മലയാളികൾ പൊതുവെ പൊളിയാണ് അല്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മലയാളികളുടെ വിലയും നിലയും പല ഗൾഫ് രാജ്യങ്ങളിലും പല ലോക്കൽസിൻ്റെ ഇടയിലും മലയാളികൾക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, ഒരു വില ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവറ്റിങ്ങളും നിയമം പാലിക്കുന്നവരാണ്, ആരും ബുദ്ധിമുട്ടിക്കാൻ പോകില്ല, അവനാൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന മലയാളികളായിരുന്നു മുന്നേ. ഇപ്പോൾ കുറേ ആൾക്കാർ കയറി വന്നിട്ട് ആ വിലയും നിലയും നശിപ്പിക്കുകയാണ് പല രാജ്യത്തും. സ്വന്തം നാട്ടിൽ ചെയ്തു കൂട്ടിയതൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്യുക. മറന്നു പോന്ന് സ്വന്തം രാജ്യമല്ല, ഇത് വേറൊരു രാജ്യമാണ്, ഇവിടെ പല നിയമങ്ങളും ഉണ്ട്. മക്കളെ അയക്കുന്ന ചില സമയം വിദേശത്തേക്കാണെങ്കിൽ എത്തിച്ചേരുന്നത് ഏതെങ്കിലും ജയിലിൻ്റെ ഉള്ളിലേക്കായിരിക്കും. എന്തിനങ്ങനെല്ലാം ചെയ്യേണ്ട ആവശ്യം? ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നോ രണ്ടോ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ചില ആൾക്കാരുടെ മനസ്സെന്ന് പറയുന്നത് പിന്നെ അവരെന്തോ ആയെന്നാണ്. പിന്നെ അവറ്റിങ്ങൾ കാട്ടിക്കൂട്ടുന്നതിനും തെറി വിളിക്കുന്നതിനും കയ്യും കണക്കുമില്ല. എന്തിനും ഭയ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോ, അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ മറ്റുള്ളവർ കൂടി കാണുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കി. ചില ഇപ്പം സൈറ്റിൽ ചില സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ആക്കുമ്പം 18+ ആണത്. കാരണം ചെറിയ കുട്ടികൾക്ക് മുമ്പിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. പാതി രാത്രി നടക്കുന്നത് പകൽ കൊള്ളയാന്ന് ചിലയിൽ. അതറിയോ നിങ്ങൾ? രാത്രി നടക്കുന്നേ ഉള്ളൂ, പക്ഷേ പകൽ കൊള്ളയെന്ന് പറയും. സ്വന്തം കുടുംബത്തിലേക്ക് എത്തിക്കേണ്ട പൈസ ഒക്കെ വിളിക്കുക. പേരെല്ലാം വിളിക്കുമ്പോൾ ഗിഫ്റ്റർ എന്നുള്ള പദവി എന്നെല്ലാം പറയുന്നത് ഭയങ്കര പദവിയാണല്ലോ. IAS ഓഫീസർ, അതുപോലെ തന്നെ ഭയങ്കര പദവിയാണ് ഈ ഗിഫ്റ്റർ എന്നുള്ളത്. കുടുംബം മുടിയുമ്പോൾ നിങ്ങളുടെ 5 ഉറുപ്പിക നിങ്ങൾ സ്വന്തം കുടുംബത്തിലേക്ക് അയക്ക്. അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കളോ സന്തോഷത്തോടെ ജീവിക്കും. അതല്ലെങ്കിൽ അവറ്റങ്ങൾ ആ ചിരി, അവറ്റങ്ങളെ പ്രാർത്ഥന മതി നിങ്ങൾ അങ്ങോട്ടുള്ള ജീവിതത്തിന്. ഇതേ 2 പേര് വിളി സോഷ്യൽ മീഡിയയിൽ കണ്ടപാട് എറിഞ്ഞു കൊടുത്ത് അങ്ങോട്ടേക്ക് പൈസ. ആ പൈസ എങ്ങോട്ട് പോകുന്നു, അത് എവിടത്തേക്ക് പോകുന്നു നിങ്ങൾക്ക് വലിയ ഉറപ്പുണ്ടോ? നേരെ മറിച്ച് നിങ്ങളെ കുടുംബത്തിലേക്ക് അയക്കുന്ന പൈസ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞാൻ അധ്വാനിച്ച പൈസ എവിടെ പോയി എന്ന് അറിയണം. നമ്മൾ അധ്വാനിക്കുന്ന പൈസ എവിടെ പോയി എന്ന് നമ്മൾക്ക് അറിയേണ്ട അവകാശമില്ലേ? ഇതിങ്ങനെ പൈസ നിങ്ങൾ കണ്ടമാനം ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമ്പം അവറ്റിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മക്കെല്ലാം നിങ്ങളുടെ കാശാണ് ഉപയോഗിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. കുറേ ആൾ സോഷ്യൽ മീഡിയയിൽ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഡ്രഗ്സ് വഴിയാണ് നമ്മുടെ നാട്ടിൻ്റെ മലയാളികളുടെ പേര് നശിപ്പിക്കുന്നത്. എല്ലാ ചെറിയ പൊടിപ്പുള്ളർ കയറി വരുന്നത് തന്നെ പെട്ടെന്ന് പണക്കാരനാവാനാണ്. ബോസേ, ഇവിടെ പല ആൾക്കാരും പണക്കാരായത് 1-2 കൊല്ലങ്ങൾ കൊണ്ടല്ല. പല ചരിത്രവും വായിച്ചു നോക്കുക. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വർഷങ്ങളെടുത്തിട്ടാണ് കുറേ ആൾക്കാർ പണക്കാരും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക ഭദ്രതയിൽ എത്തിയത്. ഇന്ന് വന്നാൽ നാളെ പണക്കാരനാവാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇങ്ങോട്ടും കൂടെ വരണ്ട, നാട്ടിൽ തന്നെ ഇരുന്നോ, അതാണ് നല്ലത്. എന്തിന് നിങ്ങൾ കാരണം മറ്റുള്ളവരെയും കൂടി ബുദ്ധിമുട്ടാക്കുന്നത്?